അപ്പം കെമിസ്ട്രിയിൽ നമ്മൾ പറഞ്ഞു വന്നത് കെമിസ്ട്രിയിൽ 3 ടൈപ്പ് കെമിക്കൽസ് ആണ് മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത്. അത് ഒന്ന് ആസിഡും ഒന്ന് ബേസും ഒന്ന് സോൾട്ടും ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു കോമ്പൗണ്ട് എടുത്തെന്ന് പറഞ്ഞാലും അത് ഈ 3 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നിൽ പെടുന്നതായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇപ്പം NaCl എടുത്തു, NaCl ഒരു സോൾട്ടാണ്. CaCl2 എടുത്തു, CaCl2 ഒരു സോൾട്ടാണ്. NaOH എടുത്തു, സോഡിയം ഹൈഡ്രോക്സൈഡ്, അതൊരു ബേസാണ്. HCl എടുത്തു, അതിൻ്റെ എന്താണ്, അതൊരു ആസിഡാണ്. H2SO4 എടുത്തു, അതൊരു ആസിഡാണ്. NH4OH എടുത്തു, അതൊരു ബേസാണ്. NH3 എടുത്തു, അതൊരു ബേസാണ്. മനസ്സിലായോ? അപ്പം ഇങ്ങനെയുള്ള, അതായത് ഏത് കെമിസ്ട്രിയിൽ ഏത് കോമ്പൗണ്ട് നിങ്ങൾ എടുത്തെന്ന് പറഞ്ഞാൽ ഈ 3 കാറ്റഗറിയിൽ പെടും. അങ്ങനെയാണെങ്കിൽ 3 കാറ്റഗറിയിലുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അതിൻ്റെ നമ്മളിപ്പോൾ ഏതൊരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ ജനറൽ കൺസെപ്റ്റ് പഠിക്കണം, അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി പഠിക്കണം, അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി പഠിക്കണം, അതിൻ്റെ യൂസസും പഠിക്കണം. ഇവിടെ ഈ കാര്യങ്ങളെല്ലാം പഠിക്കാനുണ്ട്. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അത് ഫിസിക്കലി എങ്ങനെ ഇരിക്കും, കണ്ട് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് എങ്ങനെ ഇരിക്കും, എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് വരുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് വരുന്ന സമയത്ത് അത് വേറൊരാളുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ളതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് പറയുന്നത്. പിന്നെ അതിൻ്റെ യൂസസും നമുക്ക് എന്താ പഠിക്കാനുണ്ട്, എവിടെയൊക്കെയാണോ നമ്മളത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ആസിഡ് ആൻഡ് ബേസിൽ ആസിഡിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പം ഹെഡിങ് എഴുതുക. പെട്ടെന്ന് എഴുതണേ, നമുക്ക് പെട്ടെന്ന് ചാപ്റ്റേഴ്സ് എല്ലാം തീർക്കണം. ആസിഡ് ബേസ് ആൻഡ് സോൾട്ട്. ആസിഡ് ബേസ് ആൻഡ് സോൾട്ട്. അപ്പോൾ അതിനകത്ത് സബ് ഹെഡിങ് ആയിട്ട് ആസിഡ് എന്ന് എഴുതുക. എന്നിട്ട് ഒരു ഡോട്ട് ഇടുക. എഴുതുക ആസിഡ് can be identified by their sour taste. അതിന് പുളിയാ, നിങ്ങൾ നോക്കിയാൽ മതി. എന്താണ്, തൈരിനകത്തുള്ളത് ലാക്റ്റിക് ആസിഡാ, പുളിയാ. ഓറഞ്ചിനകത്തുള്ളത് സിട്രിക് ആസിഡാ, പുളിയാ. നാരങ്ങയ്ക്കകത്തുള്ളത് സിട്രിക് ആസിഡ്, പുളിയാ. ടാമറിൻ്റിനകത്തുള്ളത്, അതായത് പുളിയില്ലേ, ടാമറിൻ്റകത്തുള്ളത് ടാർട്ടാറിക് ആസിഡാ, അതും പുളിയാ. മനസ്സിലായോ? അപ്പോൾ ആസിഡ് നിങ്ങൾ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ ആസിഡ് എല്ലാം സോർ ടേസ്റ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്നാൽ എല്ലാ ആസിഡും എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമോ? ആസിഡിന് പുളിയാന്ന് പറഞ്ഞ് ഇച്ചിരി H2SO4 എടുത്ത് കുടിക്കാൻ പറ്റുമോ? നല്ല രസമായിരിക്കും, ഒരു പ്രാവശ്യം കുടിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? ആണ് അതിന്. അപ്പോൾ നമുക്ക് എന്താണ്, എല്ലാ ആസിഡ് ബേസും അതുപോലെ തന്നെയാണ്. എല്ലാ ആസിഡും നമുക്ക്, ബേസിന് ഒരു ബിറ്റർ ടേസ്റ്റാണ്, കയ്പ്പാണ്. അപ്പം എല്ലാ ബേസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ എടുത്ത് കുടിച്ചു നോക്കാൻ, അല്ലെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. നമുക്ക് മനുഷ്യ ശരീരത്തിന് ഹാമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ആസിഡ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ ദെയർ സോർ ടേസ്റ്റ് ആൻഡ് ബേസസ് ബൈ. അതായത് ആസിഡ് ആൻഡ് ബേസ് എന്ന ഹെഡിങ് ആക്കെ, ആസിഡ് ആൻഡ് ബേസ് എന്ന കാര്യം, ആൻഡ് ബേസസ് ബൈ സോപ്പി ടച്ച് ആൻഡ് ബിറ്റർ ടേസ്റ്റ്. സോപ്പി ടച്ച് ആൻഡ് ബിറ്റർ ടേസ്റ്റ്. അടുത്ത ഡോട്ട് എഴുതുക. ബട്ട് all acids and base are not tasted or touched as some of them harm the body. ഓക്കെ, ഇനിയും ആസിഡിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്നറിയോ? ആസിഡിനകത്ത് നമ്മൾ കഴിഞ്ഞ എപ്പോഴോ ഏതിനകത്തോ പഠിച്ചായിരുന്നു, H3O+ അയോൺസ് ഫോം ചെയ്യുന്നതിനെ പറ്റി പഠിച്ചായിരുന്നു. ബോണ്ടിങ്ങിനകത്ത് ആസിഡിനകത്തുള്ള അയോൺസ് ആണ് H3O+ അയോൺസ്. അതായത് അതിനെ ജനറലി H+ അയോൺസ് എന്നും പറയും. എന്താണ് H3O+ അയോൺസ് എന്നും പറയും, H+ അയോൺസ് എന്നും പറയും. അതായത് ഹൈഡ്രോണിയം അയോൺ എന്നും പറയും, ഹൈഡ്രജൻ അയോൺ എന്നും പറയും. ആസിഡിനകത്ത് നിങ്ങൾ ആസിഡിന്റെ കുറച്ച് എടുത്തിട്ട് നിങ്ങൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആളെയാണ് പറഞ്ഞത്.
അത് ആരാ കണ്ടുപിടിച്ചെന്നറിയോ? ലാവോയിഷറും ഡേവി എന്ന് പറയുന്ന 2 സയന്റിസ്റ്റ് ഇവർ ലാബിൽ ഇതിനെപ്പറ്റി ഒത്തിരി പഠനങ്ങൾ നടത്തി. അങ്ങനെ പഠനങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ കണ്ടുപിടിച്ചതാണ്, എഴുതിക്കോ, all acids have hydrogen as their constituent element in the form of proton. അതായത് H+ എന്ന് എഴുതാം. എന്നിട്ട് എഴുതുക that is IE എന്ന് എഴുതിയാൽ മതി. all acid contain hydronium ion അതായത് H3O+ hydronium ion or hydrogen ion H+ അല്ല, ഇങ്ങനെ എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഡോട്ട് ഇട്ടിട്ട് എഴുതാം. ബേസിനകത്ത് എന്തുണ്ടെന്നറിയോ? ഇതിനകത്ത് H+ അയോൺസ് ഉണ്ട്. ബേസിനകത്ത് എന്തുണ്ടെന്നറിയോ? ബേസിനകത്ത് O2- അയോൺസ് വന്നാലും ബേസ് ആണ്, OH- അയോൺസ് വന്നാലും ബേസ് ആണ്. എന്താണ്? O2- അയോൺസ് വന്നാലും ബേസ് ആണ്, OH- അയോൺസ് വന്നാലും ബേസ് ആണ്. അങ്ങനെ നമുക്ക് ഇനി എഴുതാം, all bases are either metallic oxide O2- or metallic hydroxide OH-, or ഇവ രണ്ടുപേരും കൂടാതെ ഒരാളൂടെ ഉണ്ട്, ഒരു എക്സ്ട്രാ ആളുണ്ട്. അതാരാന്നറിയോ? OH- ഇല്ല, O2- ഇല്ല, പക്ഷെ ബേസാ അമോണിയ. കേട്ടോ? അപ്പോൾ ഓർ അമോണിയം സൊല്യൂഷൻ, അമോണിയാണ്, അമോണിയ സൊല്യൂഷൻ. ഈ അമോണിയ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, അമോണിയ എന്ന് പറഞ്ഞാൽ ഫോർമുല എന്താണെന്നറിയോ? NH3. നിങ്ങൾ നോക്കുവാണെങ്കിൽ O2- ഉണ്ടോ ഇതിനകത്ത്? O2- അയൺ ഉണ്ടോ? OH- അയൺ ഉണ്ടോ? രണ്ടും ഇല്ല, പക്ഷെ ഇവർ ബേസാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് എന്താണ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കൊടുക്കണം. ഓക്കെ ആണല്ലോ? ശ്രദ്ധിച്ചോണം. അപ്പോൾ H+ അയോൺസ് ഉള്ളതെല്ലാം എന്താണ്? ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ H+ അയോൺസ് ഫോം ചെയ്യുന്ന ആസിഡ്, OH- O2- അയോൺസോ ഫോം ചെയ്യുന്ന എല്ലാം ബേസ്, പ്ലസ് അവിടെ അമോണിയ സൊല്യൂഷനും കൂടെ എന്താണ്? ബേസിനകത്ത് പെടും. എന്നാൽ സോൾട്ട് ആണെങ്കിലോ? സോൾട്ട് എങ്ങനെ ഉണ്ടാകുന്നതെന്നറിയോ? ഈ ആസിഡും ബേസും കൂടെ ചേരുമ്പോഴാണ് സോൾട്ട് ഉണ്ടാകുന്നത്. അതിനകത്ത് H+ഉം കാണത്തില്ല, OH- കാണത്തില്ല. പകരം രണ്ടും സെപ്പറേറ്റ്, ഒരു പോസിറ്റീവ് ആണോ ഒരു നെഗറ്റീവ് ആണോ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പം അതും കൂടെ വേണമെങ്കിൽ ഇവിടോട്ട് എഴുതി പിടിപ്പിക്കാം, ഒരു ഡോട്ട് ഇട്ടിട്ട്. all salts are chemical compound formed by the reaction of an acid with the base. By replacing H+ ions from acid by a metallic ion, or by a non-metallic ion, NH4+.
നോൺ മെറ്റാലിക് അയോൺ ഒറ്റൊരെണ്ണം മാത്രമേ ഉള്ളൂ ഈ എന്താ സോൾട്ട് ഫോം ചെയ്യുന്ന ഇതിനകത്ത് വരുന്നത്. ഇത് മാത്രമേ നോൺ മെറ്റാലിക് ആയിട്ടുള്ള അയോൺ, അതുകൊണ്ട് അതിനെ ഒരു ബ്രാക്കറ്റ് കൊടുത്താൽ മതി. അതായത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ആസിഡ് HCl പ്ലസ് എന്താ ഒരു ബേസ് NaOH. ഇവിടുത്തെ അയോൺസ് ഏതൊക്കെയാ? H പ്ലസും Cl മൈനസും അല്ലേ? ഇവിടുത്തെ അയോൺസ് ഏതൊക്കെയാ? Na പ്ലസും OH മൈനസും. നമ്മൾ എന്തോ പറഞ്ഞത്, ആസിഡ് ബേസ് റിയാക്ട് ചെയ്യുമ്പം ആസിഡിലെ H പ്ലസ് അയോൺസിനെ വേറെ ഏതെങ്കിലും ഒരു മെറ്റാലിക് അയോൺ റീപ്ലേസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇതൊരു മെറ്റാലിക് അയോൺ. ഈ അയോൺ എന്ത് ചെയ്യും? ഈ H പ്ലസിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ പോകുമ്പോൾ എന്തുണ്ടാവും? NaCl പ്ലസ് എന്താ ഈ എച്ചും ഈ OH കൂടെ ചേർന്നിട്ട് എന്തുണ്ടാവും? H2O ഉണ്ടാവും. ഈ റിയാക്ഷനെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയും. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എഴുതാണോ? പിന്നെ അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ ഇങ്ങനെ, അതായത് HCl പ്ലസ് എന്താ NH4OH. അപ്പോഴും എന്ത് തന്നെയാ? ഈ ഇവിടെ ഉള്ള അയോൺ ഏതാ? H പ്ലസും Cl മൈനസും. ഇവിടെ എന്താ? ഇവിടെ അമോണിയം അയോൺ ആണ്. അമോണിയ അയോൺ അല്ല. NH4 പ്ലസിനെ അമോണിയം അയോൺ എന്നാണ് പറയുക കേട്ടോ. NH4 പ്ലസും OH മൈനസും. ഒന്നെങ്കിൽ മെറ്റാലിക് അയോൺ റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ നോൺ മെറ്റാലിക് അയോൺ. ഇതൊരു നോൺ മെറ്റാലിക് എന്താണ് അയോൺ ആണ്. ഇവനെ നമ്മൾ NH4 അതായത് അമോണിയം അയോൺ എന്ന് പറയും. അമോണിയ അയോൺ എഴുതല്ലേ, അയോൺ പറയുമ്പോൾ അമോണിയം അയോൺ എന്നാണ് പറയുന്നത്. അമോണിയം അയോൺ എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ NH4Cl വരും കണ്ടോ, ഇത് സോൾട്ടായി. പ്ലസ് എന്താ H2O വരും കണ്ടോ, ഇങ്ങനെ സംഭവിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. ഇനിയും എഴുതേണ്ടത് ആസിഡ് എന്ന് സബ്ഹെഡിങ് എഴുതുക. ആസിഡ് എഴുതിയില്ല, പെട്ടെന്ന് എഴുതണേ, ഫാസ്റ്റായിട്ട് എഴുതണേ. നമുക്ക് കുറേ പഠിക്കാനുണ്ട്. പെട്ടെന്ന് ഓക്കെ. എന്നിട്ട് ആസിഡ് എന്ന് സബ്ഹെഡിങ് എഴുതുക. ആസിഡ് എന്ന് സബ്ഹെഡിങ് എഴുതുക. എന്നിട്ട് എഴുതുക ആസിഡ് are defined as compounds which contains one or more hydrogen atoms, and when dissolved in water produce hydronium ions, അതായത് H3O plus, as the only
പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ, പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ. ഓക്കെ, അപ്പം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പം ആസിഡ് ഇപ്പൊ HCl എടുക്കുകയാണ്, എക്സാമ്പിൾ HCl. ഇതിനകത്ത് എത്ര H+ അയോൺസ് ഉണ്ട്? ഇത് 1 H+ അയോൺസ് ഉണ്ട്, ശരിയല്ലേ? ഇതിനകത്ത് എത്ര? 1 H+ അയോൺ ഉണ്ട്. 1 H+ അയോൺ ഉണ്ട്. ഈ H2SO4 എടുക്കുവാണെങ്കിലോ അതിനകത്ത് 2 H+ അയോൺസ് ഉണ്ട്. 2 കണ്ടോ, 2 എണ്ണം. ഇനി H3PO4 നോക്കുവാണെങ്കിലോ, H3PO4 എന്ന് പറഞ്ഞാൽ ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്. അത് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് എത്ര ഉണ്ട്? ഇതിനകത്ത് 3 H+ അയോൺസ് ഉണ്ട്. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആസിഡ്സ് ആർ ഡിഫൈൻഡ് ആസ് കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്ൻ 1 or more ഹൈഡ്രജൻ ആറ്റം വെൻ ഡിസോൾവ്. ഇനി നോക്കിയോ, ഇത് വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ശ്രദ്ധിച്ച്, ഇത് വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഈ H+ അയോൺസിന് ഇൻഡിവിജ്വൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരെന്ത് ചെയ്യും? അവർ വാട്ടറിനകത്ത് H2O ആയിട്ട് ചേർന്നിട്ട്, ഇപ്പോൾ H+ നേരെ പോയിട്ട് വാട്ടറിനകത്ത് H2O ആയിട്ട് ചേർന്നിട്ട് H3O+ അയോൺസ് ആയിട്ടായിരിക്കും അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുക. അത് മാത്രമേ അതിനകത്ത് കാണുള്ളൂ. ഈ H3O+ അയോൺസ് മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ, പോസിറ്റീവ് അയോൺസ് ആയിട്ട്. ഓക്കെ ആണല്ലോ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിച്ചോണം. ഓക്കെ ആണല്ലോ? അത് ജസ്റ്റ് ചുമ്മാ ഒന്ന് എഴുതി വെച്ചാൽ ഇങ്ങനെ റഫായിട്ട് എക്സാമ്പിൾ ഒന്ന് കൊടുത്തിട്ട്. താഴോട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. ആസിഡ് molecule produce hydrogen ion. But this H+ ion cannot exist independently. Therefore it combines with water to form hydronium ion. അതായത് ഇവിടെ ശ്രദ്ധിച്ചോണം, ഹൈഡ്രോണിയം അയോൺ എഴുതിക്കോ. ഹൈഡ്രോണിയം അയോൺ ഫോം ഹൈഡ്രോണിയം അയോൺ. അതായത് നമ്മൾ HCl എടുക്കുന്നു, HCl-നകത്തോട്ട് കുറച്ച് വെള്ളം കോരി ഒഴിക്കുന്നു, അപ്പം തന്നെ ഇത് H+ അയോണും Cl- അയോണുമായിട്ട് മാറുന്നു. ഈ H+ അയോൺസിന് ഇൻഡിവിജ്വൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ഇത് പോയിട്ട് തന്നെ ഇതുമായിട്ട് ചേർന്നിട്ട് H+ അയോൺ പോയിട്ട് H2O-യുമായിട്ട് ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? H3O+ അയോൺ. ഇതിനെ ഹൈഡ്രേറ്റഡ് അയോൺ എന്നും പറയും കേട്ടോ. അതായത് ഹൈഡ്രേറ്റഡ് അയോൺ. അതെന്തുകൊണ്ട് ഹൈഡ്രേറ്റഡ് അയോൺ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? H+ അയണിനകത്ത് വാട്ടർ ആഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഹൈഡ്രേറ്റഡ് ആയി. നമ്മൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാണ് H3O+ എന്ന് പറയാതെ സിമ്പിളായിട്ട് എന്തെന്ന് പറയുന്നത്.
എച്ച് പ്ലസ് അയോൺസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ H3O+ എന്ന അയോൺസ് എന്ന് നമ്മൾ എല്ലായിടത്തും എഴുതത്തില്ല. നമ്മളെന്താ H+ അയോൺസ് എന്ന് എഴുതുള്ളൂ. ഓക്കെ ആണല്ലോ, അതൊന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. ഹൈഡ്രജൻ ഈസ് കോമൺ ഇൻ ഓൾ ആസിഡ്. ഹൈഡ്രജൻ ഈസ് കോമൺ ഇൻ ഓൾ ആസിഡ്സ്. ഈ ഇതിനകത്ത് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ H3O+നെ നമുക്ക് OH3+ എന്ന് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒരു ഇതുണ്ട് അവിടെ ഒരു നിങ്ങൾ ടെക്സ്റ്റിനകത്ത് നിങ്ങൾ നോട്ട് എന്ന് പറഞ്ഞൊരിടത്ത് കൊടുത്തിട്ടുണ്ട്. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തേക്കുക അത് H3O+ തന്നെയാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അവിടെ നോട്ടെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി എഴുതുക ക്ലാസിഫിക്കേഷൻ ഓഫ് ആസിഡ്. ഹെഡിങ് എഴുതുക ക്ലാസിഫിക്കേഷൻ ഓഫ് ആസിഡ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ആസിഡ്. നമ്മൾ ഓരോന്നിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളിപ്പം അതിൻ്റെ സോഴ്സിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ആസിഡ് ജനറലി രണ്ട് സോഴ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒന്ന് ഓർഗാനിക്കും, ഒന്ന് ഇനോർഗാനിക്കും. ഓർഗാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം ഓർഗാനിക് ആസിഡ്. ഏതാ? ടാർട്ടാറിക് ആസിഡ്, സിട്രിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ഇനി മാലിക് ആസിഡ്, അതേപോലെ തന്നെ അതായത് ടൊമാറ്റോയ്ക്കകത്തൊക്കെ ഉള്ളത്, അതേപോലെ തന്നെ ഫോർമിക് ആസിഡ്, അതേപോലെ തന്നെ അസറ്റിക് ആസിഡ് വിനാഗിരിക്കകത്തുള്ളത്. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം എന്താ? ഓർഗാനിക് ആസിഡാണ്. ഓർഗാനിക് ആയിട്ടുള്ള പ്ലാന്റിൽ നിന്നോ ആനിമലിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്ന ആസിഡുകൾ ഓർഗാനിക് ആയിരിക്കും. അത് ഓർഗാനിക് സോഴ്സ് ആയിരിക്കും. ഇനോർഗാനിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ പറഞ്ഞ HCl, H2SO4, HNO3 ഇതെല്ലാം ഇനോർഗാനിക്കാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എർത്തിൻ്റെ മിനറൽസിൽ നിന്നുണ്ടാകുന്ന ഇതായതുകൊണ്ടാണ് അതിനെ ഇനോർഗാനിക് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് എടുത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. മറ്റേന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അകത്തോട്ട് ഇൻടേക്ക് ചെയ്യാൻ പറ്റും പലതും. ഇത് ഇൻടേക്ക് ചെയ്യാനേ പറ്റത്തില്ല. അപ്പം തന്നെ എന്ത് ചെയ്യും? തട്ടിപ്പ്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഒന്നൊന്ന് എഴുതുക, അല്ല ഒരു സ്റ്റാർ ഇടുക. എന്നിട്ട് എഴുതുക ഡിപ്പെൻഡിങ് ഓൺ ദെയർ സോഴ്സസ്. ഡിപ്പെൻഡിങ് on their sources. Depending on their sources. അതിൽ ഒന്നൊന്നിട്ടിട്ട് ഓർഗാനിക് ആസിഡ് ഹൈഫൻ ഇട്ടിട്ട് എഴുതുക ആസിഡ് വിച്ച് യൂഷ്വലി obtained from plants are called അല്ല വേണ്ട, plants എന്ന് എഴുതിയാൽ are called ഒന്നും വേണ്ട. plants they contain carbon atoms along with hydrogen atom. Example oxalic acid എടുക്കാം. oxalic acid എന്ന് പറയുമ്പോൾ ടൊമാറ്റോയ്ക്കകത്തുള്ളതാണ്. ഞാൻ നേരത്തെ മാലിക് ആസിഡ് എന്നാണ് പറഞ്ഞത് തോന്നുന്നു. മാലിക് ആസിഡ് ആപ്പിളിനകത്തുള്ളതാണ് കേട്ടോ. ടൊമാറ്റോയ്ക്കകത്തുള്ളതാണ്. ടൊമാറ്റോസ് ഓക്സാലിക് ആസിഡ്. അടുത്തത് അസറ്റിക് ആസിഡ് എന്തിനകത്തുള്ളതാണ്? അസറ്റിക് ആസിഡ് വിനീഗറിനകത്തുള്ളതാണ്. അസറ്റിക് ആസിഡ് വിനീഗറിനകത്തുള്ളതല്ല, വിനീഗറേ ഒരു അസറ്റിക് ആസിഡാണ് കേട്ടോ. അടുത്തത് ഫോർമിക് ആസിഡ് ഇതിനകത്തുള്ളതെന്നറിയോ? ബീ സ്റ്റിങ് എന്ന് പറഞ്ഞാൽ എന്താ? കടന്തൽ കുത്തുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഉറുമ്പ് കുത്തുമ്പോഴുള്ള ഇതൊക്കെയാണ്. അതായത് സ്റ്റിങ് ഓഫ് ബീസ് ആൻഡ് ആൻസ്.
ഇവരുടെയൊക്കെ ഫോർമുല ഇത് COOH ട്വൈസ് എന്ന് പറയും. അസറ്റിക് ആസിഡ് CH3COOH എന്ന് പറയും. ഫോർമിക് ആസിഡ് HCOOH എന്ന് പറയും. എന്നിട്ട് താഴോട്ട് ഒരു ഡോട്ട് എഴുതുക. these are weak acids and they do not ionize completely in solution. എന്നിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് so they contain ions as well as molecules. They contain ions as well as molecules. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്ന് അറിയോ? ഒരു ഉദാഹരണം പറയാണ്. ഞാൻ ഒരു 100 CH3COOH മൈനസ് അയോൺസ് എടുക്കുകയാണ്. എന്നിട്ട് അതിനെ അയണൈസ് ചെയ്യാൻ വേണ്ടി അയോൺസ് ആക്കാൻ വേണ്ടി വെള്ളം ചേർക്കുകയാണ്. വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? ഇതിൻ്റെ എല്ലാം എന്തായിട്ട് മാറും? ഇതിൻ്റെ ഒരു അയോൺ CH3COO മൈനസ് ആണ്, ഒരു അയോൺ H പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ H പ്ലസ് ഉള്ളതുകൊണ്ടാണല്ലോ ഇതിനെ ആസിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനകത്ത് 100 മോളിക്കൂളും ഇതായിട്ട് 100 CH3COO മൈനസും 100 H പ്ലസ് അയോൺസും ഉണ്ടാകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. ഇവർ വീക്ക് ആസിഡാണ്. ഇതിനകത്ത് ഈ 100 എണ്ണത്തിൽ ഒരു 50-40 എണ്ണം മാത്രമേ എന്തായിട്ട് മാറത്തുള്ളൂ? അയോൺസ് ആയിട്ട് മാറത്തുള്ളൂ. ബാക്കി ഇപ്പോൾ 100 എണ്ണത്തിൽ 50 എണ്ണം മാറി, ബാക്കി 50 എണ്ണം എന്തായിട്ട് തന്നെ കിടക്കും? CH3COOH മോളിക്കൂളായിട്ട് തന്നെ കിടക്കും. പരീക്ഷയ്ക്ക് ചോദിക്കും, ഒരു ആസിഡ് തന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയണം അത് വീക്ക് ആസിഡ് ആയതുകൊണ്ട് അതിനകത്ത് അയോൺസ് കണ്ടോ, 50 അയോൺസ് സംഭവം 100 അയോൺസും ഉണ്ട്, അതേപോലെ 50 മോളിക്യൂൾസും ഉണ്ട്. അയോൺസും മോളിക്യൂൾസും ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ ഇതിന് നേരെ മറിച്ച് സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ അതിനകത്ത് മോളിക്യൂൾസ് കാണത്തില്ല. ഇവരെ കംപ്ലീറ്റ് ആയിട്ട് മൊത്തം എന്തായിട്ട് മാറും? അയോൺസ് ആയിട്ട്. 100 എണ്ണം ഉണ്ടെങ്കിൽ 100 എണ്ണവും അയോൺസ് ആയിട്ട് മാറും എന്നുള്ള കാര്യം ഓർക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കണം. എഴുതിയോ? ഇത് വേണേൽ എക്സാമ്പിൾ എഴുതി കിട്ടും. ഇത് പരീക്ഷയ്ക്ക് എഴുതാനുള്ളതല്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുള്ളതാണ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ഇനോർഗാനിക് ആസിഡ്. നമ്മൾ ഒന്നാമത്തെ ഓർഗാനിക് ആസിഡ് എന്ന് എഴുതി, ഈ രണ്ടാമത്തെ നമ്പർ ഇട്ടിട്ട് ഇനോർഗാനിക് ആസിഡ്. ഓൺലൈനിൽ ഇരിക്കുന്നവരെല്ലാം എഴുതുന്നുണ്ടല്ലോ, മിഷേലും സനയൊക്കെ? ഓക്കെ, ഇനോർഗാനിക് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ വേറൊരു പേര് മിനറൽ ആസിഡ് എന്നും പറയും. അവരെ മിനറൽ ആസിഡ് എന്നും പറയും. എന്നിട്ട് ഹൈഫൻ ഇട്ടിട്ട് എഴുതുക, they are obtained usually from minerals. They do not contain ഇവരുടെ പ്രത്യേകതയാണ് they do not contain carbon. except ഒരാൾക്ക് മാത്രം കാർബൺ ഉണ്ട്, except കാർബോണിക് ആസിഡ്. they do not contain carbon except carbonic acid. എന്താ കാർബോണിക് ആസിഡ്? H2CO3 ആണ്.
പക്ഷേ ഇത് ഇനോർഗാനിക് ആണ്, പക്ഷെ അതിന് കാർബൺ ഉണ്ട്. ഇതിന് മാത്രം എക്സെപ്ഷൻ, ഇത് ചോദിക്കും, ഇങ്ങനെയൊക്കെ ചോദിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനിയും അതിൻ്റെ താഴോട്ട് ഒരു ഡോട്ട് എഴുതാം. ദേ ആർ സ്ട്രോങ് ആസിഡ്, ദേ ആർ സ്ട്രോങ് ആസിഡ്. So they completely ionize in solution, completely ionize in solution, producing a high concentration of hydronium ions, ബ്രാക്കറ്റിൽ H3O+. ഇവിടെയും ഒരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ ഏതാ? മിനറൽ ആസിഡിൽ വീക്ക് ആയിട്ടുള്ള ഒരു ആസിഡാണ്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞുണ്ടോ H2CO3, അത് വീക്കാണ്. അത് എക്സെപ്ഷൻ എഴുതിയിട്ട് ഒരു ഇതിട്ടിട്ട് എഴുതുക. കാർബോണിക് ആസിഡ് is a mineral acid, weak mineral acid ആണ്. is a mineral acid which is weak. That is, അത് അയണൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാണും? അയോൺസ് മാത്രമേ കാണത്തുള്ളൂ? അല്ല, അയോൺസും മോളിക്യൂൾസും കാണും. ദാറ്റ് ഈസ് it contains both ions and molecules on ionization. എന്നിട്ട് അതിനെപ്പറ്റി ഒരു കാര്യം കൂടി എഴുതുക. It turns blue litmus, pink, എന്നിട്ട് എഴുതേണ്ടത് it is non corrosive. So they are used in soft drinks. എന്നിട്ട് ഇതിനകത്ത് തന്നെ വരുന്ന രണ്ട് സാധനങ്ങളാണ് ഹൈഡ്രോ ആസിഡ്സും ഓക്സി ആസിഡ്സും. അതും കൂടെ ഒരു ഡോട്ട് എഴുതുക. ആസിഡ്സ് വിച്ച് contains oxygen along with hydrogen and some other element are called as oxy acids എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജനും ഹൈഡ്രജനും സം അതർ എലമെന്റും. ഇപ്പൊ എക്സാമ്പിൾ എടുക്കാം. HNO3, ഓക്സിജനും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്, സം അതർ എലമെന്റും ഉണ്ട്. H2SO4 എടുക്കാം, അതും ഒരു ഓക്സി ആസിഡാണ്. ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, സം അതർ എലമെന്റ് ഉണ്ട്, ഇല്ലേ? ഓക്കെ, ഇനി അടുത്തുണ്ട് ഹൈഡ്രജൻ വേറെ ഏതെങ്കിലും നോൺ മെറ്റാലിക് ആയിട്ടുള്ള എലമെന്റ് ഉള്ള ആസിഡ്, അതും എടുക്കാം. നമുക്ക് ഇങ്ങനെ എഴുതാം. acids which contains hydrogen and a non-metallic
non-metallic element. And not contain oxygen are called hydracids. എക്സാമ്പിൾ നമുക്ക് എന്തെന്ന് എഴുതാം? എക്സാമ്പിൾ HCl ഒരു ഹൈഡ്രാസിഡാണ്. കാരണം എന്താ? H ഹൈഡ്രജനും Cl ഒരു നോൺ മെറ്റാലിക്കുമാണ്. അതേപോലെ തന്നെ HBr, HF, HI ഇതെല്ലാം എന്താ? ഇതെല്ലാം ഹൈഡ്രാസിഡ്സ് ആണ്. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ നമ്മളിപ്പം ക്ലാസിഫിക്കേഷൻ ഓഫ് ആസിഡ് ബേസ്ഡ് ഓൺ ദെയർ സോഴ്സസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദെയർ ബേസിസിറ്റി. അപ്പോൾ എന്താണ് ബേസിസിറ്റി എന്നുള്ള കാര്യം പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുക ആസിഡിൻ്റെ കേസിൽ എന്തിനാ ബേസിക് എന്ന് പറഞ്ഞ സാധനം പറയേണ്ടതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ എഴുതിക്കോ, ആരോട് ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഉണ്ടാവണം കേട്ടല്ലോ. ഓക്കെ. രണ്ടാമത്തേത് രണ്ടെന്ന് എഴുതിയിട്ട് ഡിപ്പെൻഡിങ് ഓൺ ദെയർ ബേസിസിറ്റി. ഡിപ്പെൻഡിങ് ഓൺ ദെയർ basicity ആണ് എഴുതിക്കോ. basicity depending on their basicity. ഓക്കെ. ഈ ബേസിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ആണെന്നുള്ളത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ബേസിസിറ്റി എന്ന് പറയുമ്പോൾ ഇത് വെള്ളത്തിൽ അലിയുന്ന സമയത്ത് അല്ലെങ്കിൽ അയണൈസ് ചെയ്യുന്ന സമയത്ത് എത്ര ഹൈഡ്രോണിയം അയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഒരു ഹൈഡ്രോണിയം അയോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ മോണോ ബേസിക് എന്ന് പറയും. 2 ഹൈഡ്രോണിയം അയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അതിനെ ഡൈ ബേസിക് എന്ന് പറയും. 3 ഹൈഡ്രോണിയം അയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അതിനെ ട്രൈ ബേസിക് എന്ന് പറയും. ഓക്കെ ആണല്ലോ? ബേസിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ബേസിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര ഹൈഡ്രോണിയം അയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അത് തന്നെ ആദ്യം എഴുതാം. അതായത് ദ ബേസിസിറ്റി ഓഫ് an acid is defined as the number of hydronium ions that can be produced by the ionization of one molecule of that acid in aqueous solution. aqueous എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞാണ് വെള്ളം അതിനകത്ത് കലക്കിയെങ്കിൽ അതെന്തായിട്ട് മാറും? aqueous solution ആയിട്ട് മാറും അല്ലേ? ഇപ്പോൾ സോൾട്ട് എടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി വെള്ളം കലക്കി കഴിഞ്ഞാൽ അത് സോൾട്ട് സൊല്യൂഷൻ, അത് aqueous ആണ്. aqueous NaCl എന്ന് പറയാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? മോണോ ബേസിക് ആദ്യം എഴുതാം. മോണോ ബേസിക് എന്ന് എഴുതാം. എന്നിട്ട് മോണോ ബേസിക് എന്ന് എഴുതാം. മോണോ ബേസിക് എന്ന് പറയുന്നത് എന്താ? വാട്ടറിനകത്ത് അയോണൈസ് ചെയ്യുന്ന സമയത്ത് ഒറ്റ ഹൈഡ്രോണിയം അയോണെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ അതെന്താ? മോണോ ബേസിക്കാണ്. ആരോണ്ട് ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ആരോണ്ട് ശ്രദ്ധ കുറയുന്നു. acids which on ionization in water produce one hydronium ion per molecule. One hydronium ion per molecule. എക്സാമ്പിൾ നമുക്ക് HCl എടുക്കാം. അയണൈസ് ചെയ്യുമ്പോൾ ഒറ്റ H3O+ വരുള്ളൂ ഇല്ലേ? അടുത്തത് CH3COOH എടുക്കാം. ഇതിനകത്തും എന്തേ ഉള്ളൂ? ഒരു H3O+ അയോൺസ് ഉണ്ടാകത്തുള്ളൂ വാട്ടറിനകത്ത് അയണൈസ് ചെയ്യുന്ന സമയത്ത്. ഇനി വേറെ എന്തെടുക്കാം? HBr എടുക്കാം. ശരിയല്ലേ? HCl എടുത്തു, HI എടുക്കാം ഇല്ലേ?
ഇനി HCOOH എടുക്കാം, ഫോർമിക് ആസിഡ്, ഇതെല്ലാം എടുക്കാം. ശരിയല്ലേ മക്കളെ? ആണോ? ആ. അപ്പൊ ചിലപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അസറ്റിക് ആസിഡ് കണ്ടെയ്ൻസ് എത്ര ഹൈഡ്രജൻ ഉണ്ട്? ശരിക്കും അസറ്റിക് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടെയ്ൻസ് 3 1 4. അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഏതാ? CH3COH കണ്ടെയ്ൻസ് 4 ഹൈഡ്രജൻ ആറ്റം ഇല്ലേ? ശരിയല്ലേ? 4 ഹൈഡ്രജൻ ആറ്റം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൺസെപ്റ്റ് വെച്ചിട്ട് 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ടെങ്കിൽ 4 ഹൈഡ്രോണിയം അയൺ ഉണ്ടാവേണ്ടതല്ലയോ? അങ്ങനല്ല. അയണൈസബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റം ഇവിടെ ഒന്നേ ഉള്ളൂ. അതായത് അയോണൈസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം CH3COOH നെ അയോണൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹൈഡ്രജൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അയോൺസ് ആയിട്ട് മാറത്തുള്ളൂ. ഈ ഹൈഡ്രജൻസ് അയോൺസ് ആക്കാൻ പറ്റില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ എഴുതുക, അസറ്റിക് ആസിഡ് കണ്ടെയ്ൻ 4 ഹൈഡ്രജൻ ആറ്റം ഇൻ ഇറ്റ്സ് മോളിക്യൂൾ. But it is monobasic. Because എന്താണ്? Because its molecule ionizes by liberating only one hydronium ion. ഓക്കെ ആണോ? വേണമെങ്കിൽ എക്സാമ്പിൾ എഴുതാം. അതായത് CH3COOH നെ നമ്മൾ വാട്ടറിനകത്ത് ഡിസോസിയേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഈ H2 ഇത് H+ ആയിട്ട് മാറും. ആ H+ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അത് എന്തായിട്ട് മാറും? H3O+ ആയിട്ട് മാറും. പ്ലസ് എന്താ? ബാക്കി CH3COO- ഇവനെ അസറ്റേറ്റ് അയോൺ എന്ന് പറയും കേട്ടോ. അസറ്റേറ്റ് അയോൺ എന്ന് പറയും. ഇത് ഹൈഡ്രോണിയം അയോൺ. ഓക്കെ, ഇനി അടുത്തത് ബി എന്ന് എഴുതിയിട്ട് ഡൈബേസിക്. അതെന്താ എഴുതേണ്ടത്? ആസിഡ്സ് വിച്ച് ഓൺ അയോണൈസേഷൻ in water ionization in water produces 2 hydronium ions per molecule. എക്സാമ്പിൾ നമുക്ക് എന്തെന്ന് എഴുതാം? H2SO4 എക്സാമ്പിൾ ആണോ? ആരോണേ? ആണ്. പിന്നെ വേറെ എന്താ? COOH ട്വൈസ്. ഇവൻ എന്തായിരുന്നു? ഇവന്റെ പേര് ഓക്സാലിക് ആസിഡ് എന്നായിരുന്നു ഇല്ലേ? ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ COO- ഉം H+ന്റെ 2 എണ്ണം ഉണ്ട്. ഓക്കെ, ഓക്സാലിക് ആസിഡ്. പിന്നെന്താ? കാർബോണിക് ആസിഡും ഒരു ഡൈബേസിക് അല്ലേ? H2CO3 ഡൈബേസിക് അല്ലേ? ആണോ? ആണ്. അപ്പോൾ ഇവിടെ അയോണൈസേഷൻ നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്റ്റെപ്പിലായിരിക്കും, ഒറ്റ സ്റ്റെപ്പിൽ നടക്കത്തില്ല. അപ്പം അത് നമുക്ക് നോക്കാം. അത് ഒന്ന് നോക്കണം. അത് നമുക്ക് നോക്കാം. ഓൺലൈൻ ഇരിക്കുന്നവർക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എന്നോട് മസ്റ്റായിട്ടും അത് പറയണം കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം.
ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ ആഴ്ച നോക്കട്ടെ, അടുപ്പിച്ച് എല്ലാ ദിവസവും എടുത്തിട്ട് ഈ ചാപ്റ്റർ തീർക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അതായത് നാളെ ഞാൻ ക്ലാസ് വെക്കാറില്ലല്ലോ, നാളെ ഒന്ന് ക്ലാസ് വെക്കാനായിട്ട് ശ്രമിക്കാം. ഈ സെയിം ടൈമിൽ ഒന്ന് നോക്കാം കേട്ടോ. മിഷേൽ നോക്കിയായിരിക്കുമല്ലോ, മിഷേൽ സന? ഓക്കെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ചാപ്റ്റർ പെട്ടെന്ന് അങ്ങ് തീർക്കാമെന്നുള്ളതാണ് കേട്ടോ. അപ്പം നാളെ ഇച്ചിരി ഫ്രീ ടൈം ഉണ്ട്, നാളെ കൂടെ എടുത്തിട്ട് പെട്ടെന്ന് തീർക്കാം. ഈ വീക്ക് കൊണ്ട് തന്നെ മാക്സിമം ഈ ചാപ്റ്റർ പെട്ടെന്ന് അടിച്ച് തീർക്കാം. ഞാൻ നോട്ട്സ് കൂടി ഇങ്ങനെ തരുന്നതുകൊണ്ടാണ് സമയം എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു 2 ക്ലാസ് കൊണ്ട് ഫുൾ ചാപ്റ്റർ തീർക്കാൻ പറ്റും. അപ്പം എങ്ങനെ എഴുതുക, താഴോട്ട് എഴുതുക. ഡൈബേസിക് ആസിഡ് അയോണൈസ് ഇൻ 2 സ്റ്റെപ്പ്. അതിൽ H2SO4 പ്ലസ് ആദ്യം എന്ത് ചെയ്യുന്നറിയോ, H2O. അപ്പോൾ ആദ്യം ഇവിടെ ശ്രദ്ധിച്ച്, എല്ലാവരും ശ്രദ്ധിച്ച്, ഇത് ഇതുണ്ട്, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇങ്ങനെ ഇടുന്ന റിയാക്ഷൻ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയും, തിരിച്ച് നടക്കും. അപ്പോൾ ഇതിനെ ആദ്യം ഇതിനകത്ത് ഒരു H പോയിട്ട് ഇതുമായിട്ട് ചേർന്നിട്ട് ഒരു H3O പ്ലസ് അയോൺ ഉണ്ടാവും. ശ്രദ്ധിച്ചോണം, ഇതിനകത്ത് ഒരു H പ്ലസ് ഇതുമായിട്ട് ചേർന്നിട്ട് ഒരു H3O പ്ലസ് അയോണും, ബാക്കി ഇവിടെ എന്താ വരുന്നത്, ബാക്കി HSO4 മൈനസ് അയോൺ ആയിരിക്കും വരിക. വീണ്ടും എന്ത് ചെയ്യുന്നറിയാമോ, ഈ HSO4 മൈനസ് അയോൺസിനെ വീണ്ടും ആ വാട്ടർ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നോക്കിയോ, ഈവൻ ഈ H പോയിട്ട് ഇതുമായിട്ട് ചേർന്നിട്ട് വീണ്ടും H3O പ്ലസ് അയോണും പ്ലസ് എന്താണ് SO4 2 മൈനസ് അയോണും ഉണ്ടാവും. ഇത് നമ്മൾ സിംഗിൾ സ്റ്റെപ്പിൽ എങ്ങനെ എഴുതുന്നത്, സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ ഇങ്ങനെ എഴുതുന്നത്, H2SO4 ഗീവ്സ് എന്താണ്, ഇവിടെ മുകളിൽ H2O എന്ന് എഴുതും, ഇത് H3O പ്ലസ് അയോൺസ് 2 H3O പ്ലസ് അയോൺസ് പ്ലസ് എത്രയാണ്, പ്ലസ് SO4 2 മൈനസ് അയോൺ ആണ് എഴുതുന്നത്. ഇത് ഓവറോൾ റിയാക്ഷൻ ആണ്. ശരിക്കും സാധാരണ ഇങ്ങനെ എഴുതിയാൽ മതി, പക്ഷേ 2 സ്റ്റെപ്പിലാണ് നടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ എഴുതിക്കോ. അതായത് ഇതിനകത്ത് എത്ര റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഡൈബേസിക്കിനകത്ത് 2 എണ്ണം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഡിഫറൻറ്റ് ടൈപ്പ് സോൾട്ട് ഉണ്ടാകും. നമ്മൾ സാധാരണ ആസിഡും ബേസും ചേർന്നാൽ എന്താ ഉണ്ടാകുന്നത്, സോൾട്ടും വാട്ടറും ഉണ്ടാകുന്നത്. പക്ഷേ 2 റീപ്ലേസബിൾ ഹൈഡ്രജൻ ഉള്ള ആസിഡ് ഒരു ബേസുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സോൾട്ട് 2 ഡിഫറൻറ്റ് ടൈപ്പ് ആയിരിക്കും. അപ്പം അതും കൂടെ ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. അതായത് ഡൈബേസിക് ആസിഡ്സ് have two replaceable hydrogen atom, hydrogen ion. Therefore they form one acid salt and one normal salt.
അതിൻ്റെ ഒരു എക്സാമ്പിളൂടെ നമുക്കൊന്ന് എഴുതാം. ഇപ്പോൾ നോക്കിയോ, NaOH ആയിട്ട് ഇതൊരു ബേസ് അല്ലേ, പ്ലസ് ഇവിടെ ശ്രദ്ധിച്ചോ, എഴുതുന്നതിന് മുമ്പ് ഇവിടെ ശ്രദ്ധിച്ചോ, H2SO4 ചേരുക. H2SO4 ഡൈബേസിക്കാണ്, 2 റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ ഒരു സോൾട്ട് വേണ്ട, NaHSO4 എന്ന് പറയുന്ന സോഡിയം ഹൈപ്പോസൾഫേറ്റ് എന്ന് പറയുന്ന ഒരു ആസിഡ് സോൾട്ട് ഉണ്ടാവാം. ഈ എച്ച് ഇടയ്ക്ക് വരുന്ന സോൾട്ടിനെ ആസിഡ് സോൾട്ട് എന്നാണ് പറയാം. ഓക്കെ, ആസിഡ് സോൾട്ട് ഉണ്ടാവാം. ഓക്കെ, പ്ലസ് എന്താ H2O. അല്ലെങ്കിൽ ഈ സെയിം സാധനം തന്നെ NaOH പ്ലസ് H2SO4 ആയിട്ട് ചേരുവാണെങ്കിൽ ചിലപ്പോൾ എന്താ Na2SO4 ഉണ്ടാവാം. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, ഇതിനെ നോർമൽ സോൾട്ട് എന്ന് പറയും. പ്ലസ് എന്താണ് H2O. ഈ 2 പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്യേണ്ടി വരും, ഇവിടെ ഒരു 2 എന്നിട്ട് കൊടുക്കേണ്ടി വരും, എന്നാലേ ബാലൻസ് ആകുള്ളൂ. ഓക്കെ ആണല്ലോ. ഒരു കാര്യം കൂടെ എഴുതിയിട്ട് നിർത്താം. H3PO4 ഇവിടെ ശ്രദ്ധിച്ചോണം, ഒരു ഡോട്ട് ഇട്ട് എഴുതുക. H3PO4 ഈസ് എ ഡൈബേസിക് ആസിഡ്. ഡൈബേസിക് ആസിഡ്. H3PO4 ഈസ് എ ഡൈബേസിക് ആസിഡ്. ബിക്കോസ് പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താ, ഇവിടെ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? അപ്പോൾ ഇതിനെ ട്രൈബേസിക് എന്നല്ലായിരുന്നോ വരേണ്ടത്? പക്ഷെ ഇത് ഡൈബേസിക്കാണ്. അതിന് കാരണമാണ് പറയാൻ പോകുന്നത്. ബിക്കോസ് ഇൻ ഓക്സി ആസിഡ് ഓഫ് ഫോസ്ഫറസിന്റെ ഓക്സി ആസിഡുകളിൽ ഹൈഡ്രജൻ atoms which are attached to oxygen atoms. Hydrogen atom which are attached to oxygen atom are replaceable. But hydrogen atoms directly attached to phosphorus atom are not replaceable. അതായത് ഉദ്ദേശം എന്താണ്? ഇപ്പൊ ഇവിടെ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നറിയോ? ഇതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, നോക്കിയോ. H3PO4നെയാണ് PO3യുടെ കാണിക്കുന്നത്. P ഡബിൾ ബോണ്ടോ, ഇവിടെ ഒരു H, ഇവിടെ ഒരു OH, ഇവിടെ ഒരു OH. ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ. ശ്രദ്ധിച്ചോണം. അതായത് ഈ പിയുടെ കൂടെ ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ Hനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അയോണൈസ് ചെയ്യാൻ പറ്റത്തില്ല. പകരം ഈ ഓക്സിജനോട് ചേർന്നിരിക്കുന്ന ഈ Hഉം ഈ ഓക്സിജനോട് ചേർന്നിരിക്കുന്ന ഈ Hഉം എന്താണ്, അയണൈസ് ചെയ്യും. അതുകൊണ്ട് 2 അയണൈസബിൾ റീപ്ലേസബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റമേ ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ എഴുതിയിരിക്കുന്നത് അതാണ്. ക്ലിയർ ആണോ മിഷേൽ, സന?
ഇങ്ങനെ നിർത്താമേ. ഇന്നത്തെ